നീ എൻ ജീവനിൽ ഭാഗം 1. ഹായ്, ഞാനാണ് നിങ്ങളുടെ കാർത്തിക. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണേ. നീ എൻ സ്വന്തം എന്ന സ്റ്റോറി കഴിഞ്ഞ ദിവസം അവസാനിച്ചതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. 131 അധ്യായങ്ങളുമായിട്ടാണ് അത് അവസാനിച്ചത്. ഇനിയും നീണ്ടുപോകുന്നൊരു കഥയാണ്. ഇനിയും അത് നീണ്ടുപോയി കഴിഞ്ഞാൽ 200 ഭാഗങ്ങൾക്ക് അപ്പുറം പോകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് പുതിയൊരു രീതിയിൽ, പുതിയൊരു ഭാവത്തിൽ ആ സ്റ്റോറി ഞാനിവിടെ കൊണ്ടുവരുന്നത്. ഇനി അങ്ങോട്ട് ശ്രീദേവിൻ്റെയും ദക്ഷയുടെയും വിവാഹം കഴിഞ്ഞുള്ള കാര്യങ്ങളും ആ അധ്യായത്തിൽ പറയാൻ ബാക്കി വെച്ച ഒരുപാട് കഥകളുണ്ട്. ശരണ്യ അഥർവ്, മീനാക്ഷി സായൂജ് പ്രണയം, ഭാനു, ശ്രാവണി, സാരംഗി, വിശ്വം, റോയ്, ശങ്കർ ഇവരുടെയും പ്രണയങ്ങളും, ദക്ഷ, ശ്രീകുട്ടിയുടെ അവസ്ഥ, ശ്രീകുട്ടിയുടെ അമ്മയുടെ അവസ്ഥ, പിന്നെ ഒന്നും മിണ്ടാതെ സഞ്ജീവ് വെറുതെ ജയിലിലേക്ക് കയറി പോകില്ലല്ലോ. ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്ത സഞ്ജീവ് നിസ്സാരക്കാരനായിരിക്കില്ല. അപ്പോൾ അവൻ്റെ ഒരു പ്രതികാരവുമായിട്ടുള്ള വരവും എല്ലാം നമ്മുടെ നീ എൻ ജീവനിൽ എന്ന സ്റ്റോറിയിൽ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും കേൾക്കുക. ഈ സ്റ്റോറി ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ആദ്യം നീ എൻ സ്വന്തം എന്ന സ്റ്റോറി കേട്ടിട്ട് വരിക. അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നീ എൻ ജീവനിൽ എന്ന ഈ സ്റ്റോറി. പോകാം. നീ എൻ ജീവനിൽ. മനോഹരമായ ഒരു രാത്രി വെഡ്ഡിംഗ് ആയിരുന്നു ശ്രീദേവ് ദക്ഷയ്ക്കായിട്ട് അറേഞ്ച് ചെയ്ത ഒരു സർപ്രൈസ്. എല്ലാവരും കൂടി ആ വിവാഹം മനോഹരമാക്കി. ശ്രീദേവ് എന്ന നടൻ്റെ വിവാഹം പകർത്താനായിട്ട് ഒരുപാട് മീഡിയാസും മറ്റും എത്തിയിരുന്നെങ്കിലും മീഡിയാസിനെ എല്ലാം ഒഴിവാക്കി ഏറ്റവും വേണ്ടപ്പെട്ടവർ മാത്രം കൂടിയുള്ള ഒരു വിവാഹമായിരുന്നു അവരുടെ. സ്വർണ്ണ നിറത്തിലുള്ള കാഞ്ചീപുരം സാരിയിൽ ദക്ഷയും സ്വർണ്ണ കളറിലുള്ള വസ്ത്രത്തിൽ ശ്രീദേവും മനോഹരമായി തന്നെ അണിഞ്ഞൊരുങ്ങി. അവിടെ നിന്നും ശ്രീദേവ് അവളെ കൊണ്ടുപോയത് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ആദ്യ സമാഗമനത്തിന് സാക്ഷ്യം വഹിച്ച ട്രീ ഹട്ടിലേക്കാണ്. അവരുടെ മനോഹരമായതും എന്നാൽ ഏറ്റവും സങ്കടം നിറഞ്ഞതുമായ നിമിഷങ്ങൾ പങ്കുചേർന്നെടുത്ത് രണ്ടുപേരും അല്പസമയം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവിടെ വെച്ച് ശ്രീദേവ് ദക്ഷാവനായി മടക്കി കൊടുത്ത എല്ലാം തിരിച്ച് അവൻ തന്നെ അവളെ അണിയിച്ചു. അവൻ്റെ പ്രണയവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇനി ഒരിക്കലും താൻ തന്നതൊന്നും അഴിച്ചു മാറ്റരുത് എന്നും, അങ്ങനെ അഴിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ അത് തൻ്റെ മരണത്തിന് ശേഷം മാത്രമാകണമെന്നും അവൻ ദക്ഷയോട് പറഞ്ഞു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കുന്നതോടൊപ്പം ദക്ഷയ്ക്ക് ശ്രീദേവ് അവൻ്റെ പ്രണയവും അവിടെ വെച്ച് തന്നെ പകുത്തു നൽകി. അവൻ്റെ പ്രണയച്ചൂടിൽ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നുറങ്ങുമ്പോൾ ഒരു വേദനയായി ഇവിടെ വെച്ച് തനിക്ക് ശ്രീദേവ് അന്ന് സമ്മാനിച്ച തങ്ങളുടെ കുഞ്ഞോമനയെ കൂടി നഷ്ടപ്പെട്ടത് അവൾക്കൊരു വിങ്ങലായി ഉണ്ടായിരുന്നു. പുറമേ കാണിച്ചില്ലെങ്കിലും ആ സമയം ശ്രീദേവും അതിനെപ്പറ്റി ആലോചിച്ചു. തങ്ങൾ ആഗ്രഹിക്കാതെ തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു കുഞ്ഞതിഥി. ശ്രീദേവ് ദീർഘശ്വാസം എടുക്കുന്നത് അറിഞ്ഞ് ദക്ഷ മുഖമുയർത്തി അവനെ നോക്കി. കണ്ണുകളുടെ 2 സൈഡിലൂടെയും കണ്ണുനീർ ഒഴുകുന്നത് കണ്ടതും അവൾ കണ്ണുനീർ തുടച്ചു കൊടുത്തു. വേണ്ട, ഇനി അതിനെപ്പറ്റി ആലോചിക്കേണ്ട. പഴയതെല്ലാം മറക്കാം. ഇവിടെ നിന്ന് തുടങ്ങാണ് ദേവദക്ഷ പ്രണയം. അവൾ പറഞ്ഞതും അവൻ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. ദേവദക്ഷ പ്രണയം കൊള്ളാം, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ മറച്ചിട്ടുകൊണ്ട് അവളിലേക്ക് ചേർന്നു. വീണ്ടും ഒരു പ്രണയവേഴ്ചയ്ക്കുള്ള തുടക്കമായിരുന്നു അവിടെ. പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളെല്ലാം അവിടെ അവർ രണ്ടുപേരും കളഞ്ഞു. പുതിയൊരു തുടക്കമായിരുന്നു ദക്ഷയ്ക്കും ശ്രീദേവിനും. പുതുമകൾ തേടി ശ്രീദേവ് അവളുടെ ദേഹത്തലയുമ്പോൾ അവളും അവനെ ചേർത്ത് പിടിക്കാൻ മറന്നില്ല. രാത്രി വിവാഹത്തിൻ്റെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് ദക്ഷയെയും ശ്രീദേവിനെയും അന്വേഷിച്ച ദക്ഷയുടെ അച്ഛനോടും അമ്മയോടും അവർ അവിടെയില്ല എന്നും ശ്രീദേവ് ദക്ഷയ്ക്കായിട്ട് ഒരുക്കിയ ഒരു സർപ്രൈസിനായിട്ട് പോയിരിക്കുകയാണെന്നും രാവിലെ എത്തുള്ളൂ എന്നും വിഷുവും റോയും എല്ലാം പറഞ്ഞു. അത് കേട്ട് ആദ്യം അവർക്കൊരു സങ്കടം തോന്നിയെങ്കിലും പിന്നീട് അവരുടെ ജീവിതമാണ്, അവരുടെ സങ്കടങ്ങളും പരാതികളും എല്ലാം അവർ പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി അവരും ആശ്വസിച്ചു. എല്ലാവരും ഒത്തിരി ലേറ്റായാണ് അന്ന് കിടക്കാനായി പോയത്. ഇവൻ കാരണം നമ്മളാണല്ലോ ദൈവമേ സമാധാനം പറയേണ്ടി വരുന്നത്. വിശ്വം പിറുപിറുക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് മണവാളിനെയും മണവാട്ടിയെയും. എന്നാൽ അവർക്ക് ചുറ്റും പറന്നുകൊണ്ട് പത്രക്കാരും ന്യൂസ് ചാനലുകാരും ഓൺലൈൻ മീഡിയകളും ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ അവരെ വലച്ചത്. ശ്രീദേവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൻ പതിയെ കണ്ണു തുറന്നത്. അപ്പോഴും തൻ്റെ മാറിൽ പറ്റിച്ചേർന്ന് മുഖം ചേർത്ത് കിടക്കുന്നവളെ അവൻ കണ്ടു. കൈയെത്തിച്ച് ഫോൺ തപ്പുന്നുണ്ടായിരുന്നു ശ്രീദേവ്.
കുറച്ച് മാറിയിരിക്കുന്ന ഫോൺ കണ്ടതും അതെടുക്കാൻ പോയാൽ അവൾക്ക് ഡിസ്റ്റർബ് ആകും എന്ന് തോന്നിയതുകൊണ്ട് അവൻ അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു. പക്ഷേ അതിൻ്റെ റിങ് വീണ്ടും അലോസരപ്പെടുത്തി. റിങ് കേട്ട് അവൾ എഴുന്നേറ്റാലോ എന്ന് കരുതി അവൻ അവളെ പതിയെ അവൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി കൈയെത്തിച്ച് ഫോണെടുത്തു. ഫോണിൽ കണ്ട പേര് കണ്ടതും എവിടെയാടാ നീ? ഇതെത്ര നേരമായെന്നറിയോ? എഴുന്നേക്കുന്നില്ലേ? ഇവിടെ എല്ലാവരും നിങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. ദേ മുത്തശ്ശി അമ്പലത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വേഗം മര്യാദയ്ക്ക് വന്ന് അമ്പലത്തിൽ പോകാൻ നോക്ക് രണ്ടുപേരും. ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുകയാണ് നിങ്ങളുടെ ഒപ്പം വരാൻ. അതിന് സമയം എത്രയായി? സമയമോ? നീ സമയം നോക്കിയില്ലേ? നീ ഇപ്പോൾ നിൻ്റെ റൂമിലല്ലേ? നേരെ മുന്നിലെ വാളിലേക്ക് നോക്ക്, എത്ര മണിയായെന്ന് കാണാൻ പറ്റും. വിശ്വം പറഞ്ഞതും ശ്രീദേവ് സമയം നോക്കി. 8 മണി കഴിഞ്ഞോ? ആ കഴിഞ്ഞു. അത്രയല്ലേ ആയുള്ളൂ, ഇനിയും സമയമുണ്ട്. ദേവിൻ്റെ വർത്തമാനം കേട്ടതും ഞങ്ങളുടെ മര്യാദയ്ക്കാണ് അങ്ങോട്ട് വരാതിരിക്കുന്നത്. ഇനി നിനക്ക് ഞങ്ങൾ അങ്ങോട്ട് വരണമെന്നാണെങ്കിൽ ഞങ്ങൾ വരാം, നീ ഫോൺ വയ്ക്ക്. വിശ്വം പറഞ്ഞതും ഇങ്ങോട്ട് വന്ന എല്ലാത്തിനെയും ചവിട്ട് ഞാൻ പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, റെഡിയായിട്ട് തന്നെ വന്നോളാം. ഇവിടെ ഞങ്ങൾക്കുള്ള ഡ്രസ്സെല്ലാം ഇരിക്കുന്നുണ്ട്, ശ്രീദേവ് പറഞ്ഞു. ഓഹോ, മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു അല്ലേ? അതെ, പ്ലാനിങ്ങോട് കൂടിയാണ് ശ്രീദേവ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് ശ്രീദേവിൻ്റെ പ്ലാനിങ് തെറ്റിയത്. പക്ഷേ ഇനി അങ്ങോട്ട് ശ്രീദേവിൻ്റെ പ്ലാൻ തെറ്റില്ല. ആ പ്ലാൻ തെറ്റിയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പ്രണയമായിരുന്നു. അവൻ അടുത്ത് കിടക്കുന്ന ദക്ഷയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞതും ശ്രീദേവ് മതിയടാ, കഴിഞ്ഞത് കഴിഞ്ഞു. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇവിടെ പുതിയതായിട്ട് ആരംഭിക്കുകയാണ് ദേവദക്ഷ പ്രണയം. ശ്രീദേവ് പറഞ്ഞതും കൊള്ളാലോ, ദേവദക്ഷ പ്രണയം. അതെ, എന്നാൽ നീ ഫോൺ വെച്ച് ഞാനേ എൻ്റെ കൊച്ചിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കട്ടെ. ശ്രീദേവ് പറഞ്ഞതും ആഹാ, എഴുന്നേറ്റില്ലേ? ഇല്ലല്ലോ. നടക്കട്ടെ, ഞങ്ങളിവിടെ ഇങ്ങനെ നടക്കും. വിശ്വം ശരണ്യയോട് വഴക്ക് കൂടുന്ന ഭാനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, ഒരുപാട് നടത്തണ്ട, വേഗം തന്നെ നിങ്ങളുടെ കാര്യങ്ങളും സംസാരിച്ച് അറേഞ്ച് ചെയ്തോളൂ. ഒരു കാര്യങ്ങളും വച്ച് താമസിപ്പിക്കാൻ നിൽക്കരുത്. താമസിപ്പിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് വേറെയാണ്, കേട്ടല്ലോ? പിന്നെ ഉറപ്പായിട്ടും ഇനി അധികം വെച്ച് താമസിപ്പിക്കില്ല. ആ ബാധയെ ഞാൻ തന്നെ കൈയേൽക്കാൻ തയ്യാറായി. വിശ്വം പറഞ്ഞതും ഞാൻ പറഞ്ഞോളാം ഭാനുവിനോട്, നീ അവന് ഒരു ബാധയാണെന്ന്. എൻ്റെ പൊന്നു ശ്രീ, അവൾ എനിക്ക് ഒഴിയാബാധ തന്നെയാണ്. പക്ഷേ ആ ഒഴിയാബാധയെ ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്നറിയോ നിനക്ക്? വിശ്വം എന്തോ ആലോചനയിൽ പറഞ്ഞത് കേട്ടതും ആയിക്കോട്ടെ, അതെനിക്കറിയാലോ. എന്നാൽ പിന്നെ മോൻ വേഗം തന്നെ ആ ഒഴിയാബാധയെ എടുത്ത് തലയിൽ വെച്ചോ, ഇനി ഒരുപാട് ലേറ്റാക്കണ്ട, ശ്രീദേവ് പറഞ്ഞു. അതെ, ഞാനെടുത്ത് തലയിൽ വെക്കാൻ തന്നെ തീരുമാനിച്ചു, അധികം വൈകാതെ തന്നെ. നീ മാത്രം അങ്ങനെ സുഖിക്കണ്ട. വിശ്വം പറഞ്ഞതും ശരി, നീ ഫോൺ വെച്ചേ, ഞാനേ എൻ്റെ പെണ്ണിനെ വിളിച്ച് റെഡിയാക്കട്ടെ. ഞങ്ങൾ വരുമ്പോഴേക്കും നിങ്ങളും റെഡിയായി നിൽക്ക്. എൻ്റെ പൊന്നു ശ്രീ, നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ എല്ലാം നേരത്തെ റെഡിയായി എന്ന്. റെഡിയാവുക മാത്രമല്ല, ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഇവിടെ ഇന്നലെ സ്റ്റേ ചെയ്ത ആ ക്യാമറ ടീമിന് അവർക്ക് ഇതിലും വലുതൊന്നും ഇനി വരാനില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ നിൽക്കാൻ തീരുമാനിച്ച ആ നിമിഷത്തെ അവർ വല്ലാതെ പഴിക്കുന്നുണ്ടെന്ന് അവരുടെ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ രാവിലത്തെ കുറച്ച് പിക്കുകൾ കൂടി എടുക്കാൻ വേണ്ടിയാണ് അവരിവിടെ വെയിറ്റ് ചെയ്തത്. പക്ഷേ മിക്കവാറും നിങ്ങൾ എത്തുന്നതിന് മുമ്പ് അവർ ജീവനും കൊണ്ട് പോകാനാണ് സാധ്യത. വിശ്വം പറഞ്ഞതും ശ്രീദേവ് ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അവൻ അടുത്ത് കിടക്കുന്ന ദക്ഷയൊന്ന് നോക്കി. മുടിയെല്ലാം പാറിപ്പറന്ന്, നെറ്റിയിലെ സീമന്തരേഖയിലെ കുങ്കുമം നെറ്റിയിലാകെ പടർന്ന്, കൺമഷിയെല്ലാം കണ്ണിൽ പടർന്ന്, വല്ലാത്തൊരു വശ്യ സൗന്ദര്യത്തോടെ കിടക്കുന്ന അവളെ അവനൊന്ന് നോക്കി. അവൻ അവളിലേക്ക് ചേർന്ന് കിടന്നപ്പോഴാണ് രണ്ടുപേരുടെയും നഗ്ന ശരീരങ്ങൾ തമ്മിൽ ഒന്നുകൂടി കൂട്ടിമുട്ടിയതും അവൻ മുറുകെ കണ്ണുകളടച്ചു. അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. പിന്നെ പതിയെ അവളുടെ കവിളിലൊന്ന് കടിച്ചതും അവൾ പതിയെ വേദനിക്കുന്ന ശബ്ദം പുറത്തേക്ക് വന്നു. കണ്ണുകൾ മുറുക്കി അടയ്ക്കുന്നതും പതിയെ കണ്ണുകൾ തുറക്കുന്നതും അവൻ കണ്ടു. കണ്ണു തുറന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ എന്നെ കടിച്ചത്? അവൾ ചോദിച്ചു. എനിക്കിങ്ങനെ കടിച്ചെടുക്കാൻ തോന്നുന്നു. എന്ത് ഭംഗിയാണെന്നറിയോ നിന്നെ കാണാൻ. ഇങ്ങനെ എൻ്റെ പ്രണയത്തിൽ എങ്ങനെ ലയിച്ച് അലിഞ്ഞു ചേർന്ന് ഇങ്ങനെ പാറിപ്പറന്ന മുടിയും പരന്നു കിടക്കുന്ന ഈ സിന്ദൂരവും
കലങ്ങി മറഞ്ഞ ഈ കണ്ണുകളും ചുണ്ടിൻ്റെ ഈ ചുവപ്പും ചുണ്ടിലെ ഈ മുറിവും. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിലൊന്ന് തൊട്ടു. വേദനിക്കുന്നുണ്ടോ? അവൻ ചോദിച്ചതും അവൾ കണ്ണു ചിമ്മി കാണിച്ചു. അപ്പോഴാണ് അവളും കൈയെടുത്ത് അവൻ്റെ ചുണ്ടിലൊന്ന് തൊട്ടത്. അവിടെയും മുറിവ് കണ്ടതും അവളൊന്ന് ചിരിച്ചു. അതെ, ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, അവൻ പറഞ്ഞുകൊണ്ട് ബ്ലാങ്കറ്റിനുള്ളിലൂടെ തന്നെ അവളുടെ അരയിലൊന്ന് പിടിച്ചു. അവൻ്റെ കൈയുടെ ചൂട് ഇടുപ്പിലറിഞ്ഞതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ദക്ഷ, ഇങ്ങനെ കുറുകല്ലടി പെണ്ണെ, രാവിലെ തന്നെ പണിയാകും. ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ? രാത്രിയായിരുന്നു വിവാഹം. പകൽ വെളിച്ചത്തിൽ എൻ്റെ ഈ ദേവിയെ ദൈവങ്ങളൊന്ന് കണ്ടോട്ടെ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. എഴുന്നേക്കാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഫ്രഷാകാം, അവൻ പറഞ്ഞതും അവൾ ചുറ്റുമൊന്ന് നോക്കി. ഇവിടെയോ? ആ, ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാനുള്ള എല്ലാം ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ആലോചിച്ച് എൻ്റെ കൊച്ചു വിഷമിക്കണ്ട, അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റി അവളുടെ നെറ്റിയിൽ മുട്ടിച്ചു. എന്നാ പോകാം, ഞാനിവിടെ വരാം. വേണ്ട, അമ്പലത്തിൽ പോകാനുള്ളതാ, അവൾ പറഞ്ഞു. അതിനെന്താ, ഞാനൊന്നും ചെയ്യില്ലാന്നേ. ഇല്ല, വേണ്ട, എനിക്കറിയാം, ഒട്ടും കൺട്രോളില്ലാത്ത ആളാ ദേവ്, അവൾ പറഞ്ഞതും ആര് പറഞ്ഞു? എത്ര നാൾ ഞാൻ കൺട്രോൾ ചെയ്ത് നിന്നൊന്നറിയോ? എന്നിട്ട് പറയുന്നത് കേട്ടെ, എനിക്ക് കൺട്രോളില്ലാന്ന്. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബ്ലാങ്കറ്റ് മാറ്റിയതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. അയ്യേ, എന്താണ്? ഞാൻ കാണാത്തതായിട്ടൊന്നുമില്ലല്ലോ, പിന്നെ ഞാനും അങ്ങനെ തന്നെയാണല്ലോ, അവൻ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവളെയും എടുത്തുയർത്തി. എന്നാ ഇനി ഒരുപാട് നാണിക്കണ്ട എന്ന് പറഞ്ഞ് അവൻ കൈയെത്തിച്ച് ഇന്നലെ അവൻ അഴിച്ചു മാറ്റിയിട്ടിരുന്ന മുണ്ടെടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ അവനെയും അവളെയും ചേർത്ത് തന്നെ അതുകൊണ്ട് പൊതിഞ്ഞു. അപ്പോൾ ഇങ്ങനെ തന്നെ പോകാനാണോ? അവൻ ചോദിച്ചു. നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആവാന്നല്ലേ ദേവ് പറഞ്ഞത്? ആണോ? പക്ഷേ അത് വേണ്ട, നീ പറഞ്ഞതുപോലെ ഒട്ടും കൺട്രോൾ ഉണ്ടാവില്ല എനിക്ക്. അമ്പലത്തിൽ പോകാനുള്ളതല്ലേ, വെറുതെ സീനാക്കണ്ട. അതുകൊണ്ട് എൻ്റെ കൊച്ചു പോയി വേഗം ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴേക്കും ഞാനൊരു കോഫി എടുക്കാം, നമുക്ക് രണ്ടുപേർക്കും. അവൻ ചോദിച്ചതും അവൾ സമ്മതിച്ചു. വാ, ഞാനാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൊണ്ട് വാഷ്റൂമിനടുത്തേക്ക് നടന്നു. അവളെ വാഷ്റൂമിലേക്ക് കയറ്റിയിട്ട് ആ മുണ്ട് അവൻ വലിച്ചെടുത്തു. അതും ചുറ്റിക്കൊണ്ട് അവൻ വാഷ്റൂമിൻ്റെ അകത്തേക്ക് തലയിട്ടതും അവൾ വേഗം തന്നെ ഡോറടച്ചു. അവിടെ തന്നെ നിൽക്കില്ലല്ലോ, ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ, ഞാൻ കാണിച്ചു തരാം, അവൻ പറഞ്ഞതും അയ്യോ, ഞാൻ ഡ്രസ്സ് എടുത്തില്ല. അത് തന്നെയാ പറഞ്ഞത്, ഇങ്ങോട്ട് ഇറങ്ങുമല്ലോ എന്ന്. ദേവ്, എനിക്കിടാനുള്ളത് എന്തായാലും ഇന്നൊരു ദിവസം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇടാനുള്ളതെല്ലാം ഇവിടെ എടുത്ത് വെച്ചേക്കാം കേട്ടോ, അവൻ പറഞ്ഞുകൊണ്ട് കബോർഡ് തുറന്നു. ഒരു ഡാർക്ക് ചില്ലി റെഡിലെ ഡിസൈനർ ബ്ലൗസും അതിന് മാച്ചായുന്ന ഒരു സെറ്റ് മുണ്ടും അവൻ പുറത്തേക്കെടുത്തു. അതിന് കൂട്ടത്തിൽ അണ്ടർ സ്കേർട്ടും അവൾക്കിടാനുള്ള ഇന്നർ വെയറുകളും എല്ലാം അവൻ അതിൽ എടുത്തു. അതെല്ലാം അവൻ ഡ്രസ്സിംഗ് ടേബിളിലേക്ക് വെച്ചു. പിന്നെ ഇന്നലെ രാത്രി അഴിച്ചു മാറ്റി താഴെയിട്ടിരിക്കുന്ന അവളുടെ എല്ലാ ആഭരണങ്ങളും അവൻ കുനിഞ്ഞെടുത്തു. അതെടുക്കുമ്പോഴെല്ലാം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇന്നലെ അതെല്ലാം അഴിച്ചു മാറ്റിയ ആ ദൃശ്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതും അവൻ വാഷ്റൂമിൻ്റെ ഡോറിനടുത്തേക്ക് നോക്കി. അതെല്ലാം കബോർഡിൽ വെച്ചുകൊണ്ട് അതിൽ നിന്നും ഇപ്പോൾ അവൾക്ക് ധരിക്കാൻ പാകത്തിനുള്ള ഓർണമെൻറ്റ്സ് മാത്രം സെലക്ട് ചെയ്ത് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നേരെ ഓപ്പൺ കിച്ചണിലേക്ക് ചെന്നു. ഫ്രിഡ്ജ് തുറന്ന് പാലെടുത്ത് രണ്ടു പേർക്കും കോഫി ഉണ്ടാക്കി. അവൻ കോഫി ഉണ്ടാക്കി അതുമായിട്ട് ബാൽക്കണിയിലേക്ക് ചെന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ശാന്തമായി ഒഴുകുന്ന ഒരു ചെറിയ തോട്, അതിലേക്ക് അവൻ നോക്കി നിന്നു. ഇന്നു മുതൽ തങ്ങളുടെ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. ഇത്രയും നാളും ഉള്ളതുപോലെയല്ല, തന്നെ അറിയുന്ന എല്ലാവരും തൻ്റെ പെണ്ണിനെയും അറിയണമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ എന്തോ ആലോചിച്ചതുപോലെ ഫോൺ എടുത്ത് അവൻ്റെ മാനേജറെ വിളിച്ചു. കുറച്ചധികം നിർദ്ദേശങ്ങൾ നൽകി. അവൻ ഫോൺ വെച്ചുകൊണ്ട് കോഫി കപ്പുമായി അവൻ റൂമിലേക്ക് നടന്നു. അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് സെറ്റുമുണ്ട് മനോഹരമായിട്ട് ഉടുത്തുകൊണ്ട് നിൽക്കുന്ന ദക്ഷയാണ്. ആ വേഷത്തിൽ അവന് ഒത്തിരി ഇഷ്ടമാണ് അവളെ കാണാൻ. എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയാണ്
ആ വേഷത്തിൽ തൻ്റെ പെണ്ണിനെ എന്ന് അവൻ ആലോചിച്ചു. അവൻ ആ കോഫി കപ്പുമായിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. കോഫി കപ്പ് അവളുടെ നേരെ നീട്ടിയതും അവൾ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൻ കുടിച്ചുകൊണ്ടിരുന്ന കോഫി കപ്പിലേക്ക് ചുണ്ടു ചേർത്തു. അവൻ പതിയെ അത് അവൾക്ക് കൊടുത്തു. അവൾ ആ കോഫി കപ്പിൽ നിന്ന് തന്നെ സിപ്പ് ചെയ്ത് കുടിക്കുന്നത് ഒരു പുഞ്ചിരിയോടെയാണ് അവൻ നോക്കി നിന്നത്. ദക്ഷ, ക്ഷീണമുണ്ടോ? അവൻ ചോദിച്ചു. ഇല്ല. ഇല്ലേ? ചെറുതായിട്ട്, അവൾ പറഞ്ഞു. എവിടെയാ? അത് പറയാൻ പറ്റില്ല, അവൾ പറഞ്ഞു. അതെന്താ പറയാൻ പറ്റാത്തത്? അവൻ ചോദിച്ചു. ദേഹം മുഴുവനും വേദനയുണ്ട്, അവൾ പറഞ്ഞു. ആണോ? ഇനി അത് ശീലമായിക്കൊള്ളൂ, അവൻ പതിയെ പറഞ്ഞതും അവളൊന്ന് കൂർപ്പിച്ചു നോക്കി. സത്യ പറഞ്ഞത്, ഇനി അത് എല്ലാ ദിവസവും ശീലമായിക്കൊള്ളും. ഇനി ഈ ദേവ് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നീ ഉണ്ടാകും. അപ്പോൾ എന്നോ ഇത്? അവൻ പറഞ്ഞു വന്നതും അവൾ പെട്ടെന്ന് അവൻ്റെ വായ പൊത്തി. വേണ്ട, പറയണ്ട, അമ്പലത്തിൽ പോകാനുള്ളതാ, അവൾ പറഞ്ഞു. എന്നാ വേഗം ഒരുങ്ങിക്കോ, ഞാനപ്പോഴേക്കും ഫ്രഷായിട്ട് വരാം. എനിക്കിടാനുള്ള ഡ്രസ്സ് എടുത്തു വെച്ചോളൂ കേട്ടോ, അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയണക്കി. അവൾ അവനിൽ നിന്നും മാറാൻ നോക്കിയതും പെട്ടെന്ന് അവൻ അവളെ വീണ്ടും അവനിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ നെഞ്ചിൻ്റെ മാർദ്ദവം അവൻ്റെ നെഞ്ചിൽ അമർന്നതും അവൻ അവളെ നോക്കി. അതെ, ഈ വേഷത്തിൽ എന്ത് ഭംഗിയാണെന്നറിയോ എൻ്റെ കൊച്ചിനെ കാണാൻ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുമോ? അവൻ ചോദിച്ചതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അനുസരിക്കുമോ? പറയ്, ഞാനും കൂടി ആലോചിക്കാം. അത് വേണ്ട, അനുസരിച്ചേ പറ്റൂ, എൻ്റെ ഒരു ആഗ്രഹമാണ്, അവൻ പറഞ്ഞു. ശരി, പറയ്. ഈ വേഷത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ പെണ്ണിനെ കാണാൻ. അതുകൊണ്ട് നമ്മൾ മാത്രമുള്ള സമയത്തെല്ലാം ഈ വേഷത്തിൽ എനിക്ക് നിന്നെ കണ്ടാൽ മതി, അവൻ പറഞ്ഞതും. എങ്ങനെ? ഇങ്ങനെയോ? ആ, പക്ഷേ അതിന് ഇത്ര ആർഭാടം വേണ്ട, അതിനുള്ളത് നമുക്ക് വാങ്ങാം. ഇങ്ങനെ ഈ സെറ്റ് മുടിൽ ഇങ്ങനെ നിൽക്കണ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, അവൻ പറഞ്ഞതും. ആണോ? എന്നാ ഞാനൊരാഗ്രഹം പറയട്ടെ. പറഞ്ഞോ. എനിക്കും ശ്രീദേവ് മുണ്ടെടുക്കുന്നതാ ഒത്തിരി ഇഷ്ടം. അതിന് ഇങ്ങനെ കസവ് മുണ്ട് തന്നെ വേണമെന്നില്ല, കാവ്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലും. അല്ലാതെ ഈ ട്രാക്ക് പാൻറ്റും 3/4 വേണ്ട. ദേവ് പറയുന്നത് പോലെ ഞാനിങ്ങനെ സിറ്റ് മുണ്ടിലൊക്കെ വരണമെങ്കിൽ എൻ്റെ ദേവും ഇതുപോലെ മുണ്ടെടുത്തിട്ട് വരണം. സമ്മതിച്ചോ? അവൾ ചോദിച്ചതും. എപ്പോൾ സമ്മതിച്ചോ എന്ന് ചോദിച്ചാൽ പോരെ, എനിക്കും ഇഷ്ടമാണ്, എളുപ്പവും അത് തന്നെയാണ്, അവൻ പറഞ്ഞതും. ആദ്യം മനസ്സിലായില്ലെങ്കിലും പെട്ടെന്ന് മനസ്സിലായതും അവൾ അവൻ്റെ തോളിലടിച്ചു. ഇത് തന്നെയാണോ ചിന്ത? അവൾ ചോദിച്ചതും. പിന്നല്ലാതെ, ഇത്രയും സുന്ദരിയായ ഭാര്യ ഇങ്ങനെ മുന്നിൽ നിന്ന ഏത് ഭർത്താക്കന്മാർക്കും ഇത് തന്നെയായിരിക്കും ചിന്ത, പ്രത്യേകിച്ച് നിന്റെ ദേവിന്. ഇത് ദേവദക്ഷാ പ്രണയമല്ലേ? ഇങ്ങനെ മതി അല്ലേ? അവൻ ചോദിച്ചതും അവൾ തലയണക്കി. അപ്പോൾ സമ്മതിച്ചല്ലോ, ഇന്ന് തന്നെ നമുക്ക് പോയി നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ആഗ്രഹത്തിനൊത്ത ഡ്രസ്സ് വാങ്ങാം. എന്ത് പറയുന്നു? ശരി, എന്നാലേ ഇപ്പം എൻ്റെ ദൈവം ചെന്ന് റെഡിയായിട്ട് വാ, ഇടാനുള്ള ഡ്രസ്സെല്ലാം ഞാൻ എടുത്തു വയ്ക്കാം. അവൾ പറഞ്ഞതോടൊപ്പം തന്നെ അവനെ തള്ളി വാഷ്റൂമിലേക്ക് ആക്കുകയും ചെയ്തു. വാഷ്റൂമിലേക്ക് കയറിയ ശ്രീദേവ് ഒരു പുഞ്ചിരിയോടെ ഡോറടച്ചതും അവൾ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. ദേവദക്ഷ പ്രണയം. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നീ എൻ സ്വന്തം എന്ന സ്റ്റോറിയുടെ രണ്ടാമത്തെ ഭാഗമാണ് നീ എൻ ജീവനിൽ, ദേവദക്ഷ പ്രണയം. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാമേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.